ബി.ജെ.പി. അംഗങ്ങളുമായി ചേർന്ന് ഭരണം പിടിച്ച മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി ചർച്ചയിലൂടെ പരിഹരിക്കാൻ കോൺഗ്രസ് നീക്കം. ഡി.സി.സി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ അടക്കമുള്ളവർ റോജി എം. ജോൺ എം.എൽ.എയുമായി ചർച്ച നടത്തി. മറ്റത്തൂരിലെ സംഭവങ്ങളിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് രംഗത്തെത്തി. പാർട്ടി നയം മറികടന്ന് ബി.ജെ.പിയുടെ വോട്ട് നേടി ലഭിച്ച പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്ത്യശാസനം. എന്നാൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് വിമതർ നീങ്ങുന്നത്. ബി.ജെ.പിയുമായി കൂട്ടുകെട്ടുണ്ടായിട്ടില്ലെന്നും പാപഭാരം ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും രാജിവെക്കാനില്ലെന്നുമാണ് വിമതരുടെ നിലപാട്. അങ്കമാലിയിൽ വെച്ച് റോജി എം. ജോൺ എം.എൽ.എയുമായി നടത്തിയ അനുനയ ചർച്ചയിലും ഇതേ കാര്യം ടി.എം. ചന്ദ്രൻ അടക്കമുള്ളവർ വിശദീകരിച്ചു. കെ.പി.സി.സി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ചർച്ച. വിഷയത്തിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗും രംഗത്തെത്തി. മറ്റത്തൂരിൽ നടന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്നും നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി.എ. റഷീദ് പറഞ്ഞു. ജനാധിപത്യത്തിന് ചേരുന്നതല്ല എന്ന വിശ്വാസം മുസ്ലിം ലീഗിന് മാത്രമല്ല ഇന്ത്യയിലെ ഭാരതീയർക്ക് മുഴുവനുള്ളതാണ്. അത്തരം ആളുകളുടെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുകയും മറ്റൊന്ന് പറയുകയും ചെയ്യുന്നത് അനുചിതമാണല്ലോ. ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കിയവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംരക്ഷണ സംഘടനാ കേന്ദ്രം സെക്രട്ടറി ജോയ് കൈതാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മീഡിയ 1 തൃശൂർ.